ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 11-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക,
ഒരു ജാതിയും ജാതിയുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്തു നിന്ന് പുറപ്പെടും. ഞാൻ അബ്രാഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അവനോട് സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി. അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി, അതിന്മേൽ ഒരു പാനീയാകമൊഴിച്ച് എണ്ണയും പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേതേൽ എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവം വാഗ്ദാനങ്ങൾ പുതുക്കുകയാണ്. ദൈവം എന്നും വാഗ്ദാനം പുതുക്കുമ്പോൾ പുതിയ പുതിയ വാഗ്ദാനങ്ങൾ അത് കൂട്ടിച്ചേർത്ത് തരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം ഓരോ പ്രാവശ്യവും വാഗ്ദാനം പുതുക്കി തരുമ്പോൾ, നമുക്ക് അനുഗ്രഹങ്ങൾ പുതുക്കി തരുമ്പോൾ, പണ്ട് തന്ന അനുഗ്രഹത്തേക്കാൾ ഒരു പടി കൂടി മീതിയായിരിക്കും ദൈവം തരുന്നത്. ശ്രദ്ധിക്കൂ, 28-ാം അധ്യായത്തിൽ ദൈവം യാക്കോബിന് ചില വാഗ്ദാനങ്ങൾ കൊടുത്തു. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ? വായിക്കാം. 28-ാം അധ്യായം 13-ാം വാക്യം മുതൽ. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. 20 വർഷം മുൻപ് ദൈവം യാക്കോബിന് വാഗ്ദാനം കൊടുക്കുമ്പോൾ കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കൊടുക്കുന്ന ഒരു പ്രത്യേകത നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. നിങ്ങൾ ദയവായി ഇന്ന് ശ്രദ്ധിക്കൂ. ഇപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം ദൈവം വാഗ്ദാനം പുതുക്കുമ്പോൾ ദൈവം പറയുന്നത് എന്താണ്? ഒന്നുകൂടി കേൾക്കാം. 11-ാം വാക്യം മുതൽ. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക. സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക. ഒരു ജാതിയും ജാതിയുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്തു നിന്ന് പുറപ്പെടും. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. 28-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കും. നിന്റെ സന്തതി പരമ്പരയിൽ രാജാക്കന്മാരുണ്ടാകും. ഈ ഏകാഗിയായി പോകുന്ന, നിസ്സാരനായി പോകുന്ന, ആരോരുമില്ലാത്തവനായി പോകുന്ന യാക്കോബിന് അന്ന് 28-ാം അധ്യായത്തിൽ ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ, അന്ന് നിനക്ക് സന്തതി പരമ്പര ഉണ്ടാകും, നീ ഭൂമിയിലൊക്കെയും പരക്കും, നിൻ്റെ സന്തതി മുഖാന്തരം വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നെല്ലാമുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും രാജാക്കന്മാരുടെ കാര്യം പറയുന്നില്ല. ഇവിടെ 20 വർഷത്തിന് ശേഷം യാക്കോബ് ശുദ്ധീകരണം പ്രാപിച്ച് കൂടുതൽ ആഴത്തിലേക്ക് സമർപ്പിച്ച് പുതിയ പ്രതിഷ്ഠയെടുത്ത് വന്നപ്പോൾ യാക്കോബിന് ദൈവം വാഗ്ദാനം പുതുക്കി കൊടുക്കുമ്പോൾ പുതിയ വാഗ്ദാനങ്ങൾ ആഡ് ചെയ്യുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ദയവായി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇന്ന് വാഗ്ദാനം പുതുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ പുതിയ പ്രതിഷ്ഠ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് പുതിയ പുതിയ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താ പറഞ്ഞത്? ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. മുമ്പ് അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്നല്ല, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ പിതാക്കന്മാരുടെ പേരിൽ ദൈവം തന്നെ പരിചയപ്പെടുത്തുകയാണ്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരിൽ ദൈവം തന്നെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അബ്രഹാം മാറിപ്പോകും, ഇസ്ഹാക്കും മാറിപ്പോകും, പക്ഷേ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. എൻ്റെ അഭിഷിക്തന്മാർ മാറിപ്പോകും, എൻ്റെ പ്രവാചകന്മാർ മാറിപ്പോകും, കുടുംബത്തലവന്മാർ മാറിപ്പോകും. പേട്രിയാർക്സ്, ഈ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും എല്ലാം പേട്രിയാർക്സാണ്. ഈ പേട്രിയാർക്സ് മാറിപ്പോകും, തലവന്മാർ മാറിപ്പോകും, പക്ഷേ മാറാത്ത ഒരാളുണ്ട്. അത് സർവശക്തനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, എന്ത് മനോഹരമായ ആശയമാണ് ദൈവം വരാൻ അന്ന് യാക്കോബിന് കൊടുക്കുന്നത്. ആ ആശയം യാക്കോബിൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ആഴത്തിൽ പതിയുകയാണ്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. യാക്കോബ് ക്ഷീണിതനാണ്. യാക്കോബ് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്ന് ശേഖയിൽ വന്നപ്പോൾ വലിയൊരു പരാജയം വന്നിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്.
ഇവിടെ വന്നെത്തിയിരിക്കുന്നത് പദ്നരാമിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ പോരുന്ന വഴിക്ക് ശേഖേമിലും തമ്പടിച്ചു പോയി. വലിയ അബദ്ധമായിപ്പോയി. ശേഖേമിൽ പാർക്കരുതായിരുന്നു. 34 അധ്യായം വായിക്കുമ്പോൾ യാക്കോബ് ശേഖേമിൽ പാർത്ത കാര്യം പറയുന്നുണ്ട്. അത് വിവരിക്കാൻ സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമല്ല. യാക്കോബിന് വന്ന ഏറ്റവും വലിയ പരാജയം, യാക്കോബിന് കുടുംബത്തിൽ വന്നതായ ഏറ്റവും വലിയ അപമാനം, യാക്കോബിന് മകളായ ദീനയ്ക്ക് വന്നതായ ഏറ്റവും വലിയ അപമാനം, ഏറ്റവും വലിയ അവഹേളനം, പുറത്തു പറയാൻ ലജ്ജിക്കേണ്ടതായ മഹാവലിയ നാശം വന്നത്. അതിനെ തുടർന്ന് യാക്കോബിൻ്റെ മകനായ ശീമയോനും യാക്കോബിൻ്റെ മകനായ ലേവിയും കൂടെ ചെന്ന് ശേഖേമിലെ പുരുഷപ്രജയൊക്കെയും വെട്ടിക്കൊന്നത്, വലിയൊരു കൂട്ടക്കൊല നടത്തിയത്. ഇതെല്ലാമാണ് ശേഖേമിൽ നടന്നത്. വർണ്ണിക്കാനാവില്ല. ഈ ഭയാനകമായ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് യാക്കോബ് ഉള്ളു തകർന്ന് വന്ന് ബേഥേലിലെത്തിയപ്പോൾ ഇനി വേറെ ഗതിയില്ല, എനിക്ക് ആഴത്തിൽ ഒരു സമർപ്പണം വേണ്ടിയിരിക്കുന്നു. എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ മക്കൾ ശിമിയോൻ ലേവിയും തകരാറിലായി. ഇന്ന് നാട്ടിലാകെ ഞങ്ങൾ പേടിയാണ്. ആരും ഞങ്ങളുടെ അടുക്കലേക്ക് വരാൻ ധൈര്യപ്പെടുന്നില്ല. എല്ലാവരും ഭയന്ന് മാറുകയാണ്. പുരുഷപ്രജയൊക്കെയും കൊന്നിരിക്കുന്നു. കഷ്ടം, ഞാനിങ്ങോട്ട് ശേഖേമിൽ വരരുതായിരുന്നു. എന്നോട് ദൈവം പറഞ്ഞത് തിരികെ കനാനിലേക്ക് പോകാനാണ്. ഞാൻ കനാനിലേക്ക് പോകാതെ ഇടയ്ക്ക് ശേഖേമിൽ കയറി തെറ്റിപ്പോയി. യാക്കോവിന് പരാജയ ബോധമുണ്ട്, യാക്കോവിന് കുറ്റബോധമുണ്ട്. അങ്ങനെ യാക്കോവ് വന്ന് യാക്കോവ് തകർന്നവനായി എന്നപ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ദൈവവേദിലെ നിൻ്റെ ജീവിതത്തിൽ ചില പരാജയങ്ങളുമായി ഏറ്റുമുട്ടി തളർന്ന് വ്യവസ്ഥതയോടെ നീ വന്നിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നോട് സംസാരിക്കുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട. നിൻ്റെ ജീവിതത്തിൽ വന്ന പോരായ്മകളെല്ലാം നികത്തിത്തരാൻ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നിനക്ക് വന്ന നഷ്ടങ്ങളുടെ കേടുകളെല്ലാം മാറ്റിത്തരാൻ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നിൻ്റെ ജീവിതത്തിൽ വന്നതായ തോൽവികളെല്ലാം ലാഭമാക്കി തരാൻ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നിൻ്റെ ജീവിതത്തിൽ വന്ന ബലഹീനതകളെല്ലാം നീക്കിത്തരാൻ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നിനക്ക് വന്നതായ വീഴ്ചകളെല്ലാം നികത്തി നിന്നെ കരയേറ്റി തരാൻ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ആഴമുള്ള കുഴിയിലേക്ക് നീ താണുപോയപ്പോൾ നിന്നെ ഉയർത്തിയെടുക്കാൻ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. സകലരും നിന്നെ വെറുക്കുമ്പോൾ നിന്നെ താങ്ങാൻ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ആരോരും തുണയിലെന്ന് നീ കരുതുമ്പോൾ നിന്നെ സഹായിപ്പാൻ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന് ധൈര്യം കൊടുക്കുന്ന വാക്കുകൾ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ബേഥേലിൽ വന്നപ്പോൾ യാക്കോബ് കേൾക്കുന്ന സ്വരം അതാണ്. ശുദ്ധീകരണം കഴിഞ്ഞപ്പോൾ യാക്കോബ് കേൾക്കുന്ന സ്വരം അതാണ്. ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ ദൈവം യാക്കോബിന് ധൈര്യം കൊടുക്കുകയാണ്. ശുദ്ധീകരണത്തെ തുടർന്ന് ധൈര്യം ലഭിക്കുന്നു. ശുദ്ധീകരണത്തെ തുടർന്ന് പുതിയ പ്രതിഷ്ഠ ലഭിക്കുന്നു. ശുദ്ധീകരണത്തെ തുടർന്ന് പുതിയ വാഗ്ദാനം ലഭിക്കുന്നു. ശുദ്ധീകരണത്തെ തുടർന്ന് പുതിയ സമാധാനം ലഭിക്കുന്നു. ശുദ്ധീകരണത്തെ തുടർന്ന് പുതിയ പ്രാഗൽഭ്യം ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അടുത്ത വാക്യം വായിക്കാം. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതിയും ജാതിയുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഒരു ജാതി ഉത്ഭവിക്കും, ജാതികളുടെ കൂട്ടം നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. സ്തോത്രം. രാജാക്കന്മാരും നിൻ്റെ മക്കളിൽ നിന്ന് രാജാക്കന്മാരുണ്ടാകും, രാജാക്കന്മാരും ഉത്ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. യാക്കോബ്, ഞാൻ വിചാരിക്കുന്നു യാക്കോബോടെ മുട്ടുമടക്കി കാണുമെന്ന്, യാക്കോബ് ഏങ്ങലടിച്ച് കരഞ്ഞു കാണുമെന്ന്. കർത്താവേ, എന്തൊരു ഭാഗ്യമായിപ്പോയി വിഗ്രഹങ്ങളൊക്കെ കളഞ്ഞത്. നിൻ്റെ വചനം കേട്ട് എല്ലാ വിഗ്രഹങ്ങളും എടുത്തു കളഞ്ഞ എന്തൊരു ഭാഗ്യമായിപ്പോയി. ആ വിഗ്രഹങ്ങളെല്ലാം എടുത്ത് കുഴിച്ചു മൂടിയത് എന്ത് നന്നായി. എന്താണ് ഈ കേൾക്കുന്നത്? എൻ്റെ അനന്തരകാല തലമുറ അനുഗ്രഹീത തലമുറയായി തീരും. എൻ്റെ ഭാവികാല തലമുറ രാജാക്കന്മാരുളവായി വരും, ജനനായകന്മാർ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വായിച്ചു, ഒരു സുവിശേഷ താല്പരനായ മനുഷ്യൻ, ദൈവവേല ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹം നടന്നു പോവുകയായിരുന്നു. റോഡിൽ നടന്നു പോകുമ്പോൾ 4 കുട്ടികൾ കളിക്കുന്നു. വെറുതെ അലസമായി റോഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. പിള്ളേർ വിളിച്ചു, മക്കളെ, നിങ്ങൾ എനിക്ക് വെറുതെ സമയം കളയുന്നത്, വരൂ, എൻ്റെ കൂടെ വരൂ, നിങ്ങൾ പ്രയോജനമുള്ളൊരു കാര്യം കാണിച്ചു തരാം, എൻ്റെ കൂടെ വരൂ. ആ പിള്ളേർ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അവിടെ അവർ ചെന്നു ഒരു ചെറിയ ബിൽഡിംഗ്, ചെറിയൊരു കെട്ടിടം. അവിടെ വേറെയും കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ കൂടെ ഇവിടെ ഇരുത്തി. സൺഡേ സ്കൂളാണ്, വചനം പറഞ്ഞു കൊടുക്കുകയാണ്. ഇദ്ദേഹം ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണ്, വചനം പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത ആഴ്ചയും ഇദ്ദേഹം അവരെ വിളിച്ചു, മക്കളെ വരൂ. അവർ വന്നു, അന്നും പറഞ്ഞു കൊടുത്തു. പിറ്റേ ആഴ്ചയും വിളിച്ചു. പിന്നെ ഇദ്ദേഹം വിളിക്കാതെ തന്നെ അവർ വരും. അങ്ങനെ അവർ പഠിച്ചു വന്നു. ഞാൻ വായിച്ചു, പിൽക്കാലത്ത് ഇവരിൽ ഒരാൾ പ്രസിഡൻറ്റിൻ്റെ സെക്രട്ടറിയായി, വേറൊരാൾ പ്രസിഡൻറ്റ് തന്നെയായി, അമേരിക്കൻ പ്രസിഡൻ്റായി.
വേറൊരാൾ അവിടുത്തെ ട്രഷറി സെക്രട്ടറിയായി, ഈ ഖജനാവിൻ്റെ മേൽവിചാരകനായി. വേറൊരാൾ സ്റ്റേറ്റ് സെക്രട്ടറിയായി. എന്താണ് പറയുന്നത്? ഉയർന്ന പടവുകളിലേക്ക് കയറി. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ജീവിതം നഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്ന ജീവിതം അത് ഭാഗ്യമാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ, സ്തോത്രം, ദൈവം നിങ്ങളെ വാലല്ല, ദൈവം നിങ്ങളെ തലയാക്കും. നിങ്ങൾ പറയും, സാറേ ഞാൻ കൊടുത്തതാണല്ലോ, പിന്നെ എനിക്കെന്താ ഈ പരാജയം വരുന്നത്, എനിക്കെന്താ തോൽവി വരുന്നത്, എനിക്കെന്താ നല്ല റിസൾട്ട് കിട്ടാത്തത്, നല്ല പരീക്ഷാഫലം കിട്ടാത്തത്, എന്താണ്, എനിക്കെന്താ രോഗം വരുന്നത്? നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം എല്ലാം കണക്കിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിലെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം എല്ലാം കണക്കിട്ടിട്ടുണ്ട്. താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടുകൂടി ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. വേദപുസ്തകവാക്യാണ് പറയുന്നത്. നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടുകൂടി ഇരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. യാക്കോബ് ശുദ്ധീകരണത്തിനായി തന്നെ താഴ്ത്തി. ദൈവം യാക്കോബിനെ വളർത്തുകയാണ്, യാക്കോബിനെ ഉയർത്തുകയാണ്. വിഗ്രഹങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു, രാജാക്കന്മാർ ഇതിൻ്റെ കടിപ്രദേശത്ത് പുറപ്പെടും. ഉന്നതമായ മക്കളും മക്കളുടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്ന സൗഭാഗ്യത്തിലേക്ക് യാക്കോബിനെ ദൈവം വഴി നടത്തുകയാണ്, വഴി കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത വാക്യം, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും. അബ്രഹാമിന് കൊടുത്ത ദേശം, നിന്റെ അപ്പനായ ഇസ്ഹാക്കിന് കൊടുത്ത ദേശം നിനക്കും തരും. പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരും. പിതാക്കന്മാർ അനുഭവിച്ച സമ്പത്ത് നിനക്ക് തരും. പിതാക്കന്മാർ അനുഭവിച്ച വിശുദ്ധി നിനക്ക് തരും. ദൈവജനമേ, എന്താണ് ഈ കേൾക്കുന്നത്? നിങ്ങൾ വെറുതെ കുറച്ച് ഭൂമിയോ സമ്പത്തോ അല്ല ഈ കേൾക്കുന്നത്. പിതാക്കന്മാർ അനുഭവിച്ച വിശുദ്ധിയുടെ സ്വത്തുണ്ടല്ലോ, പിതാക്കന്മാർ അനുഭവിച്ച വിശ്വാസത്തിൻ്റെ സമ്പത്തുണ്ടല്ലോ, പിതാക്കന്മാർ അനുഭവിച്ച ദൈവസ്നേഹത്തിൻ്റെ നിധിയുണ്ടല്ലോ. ദൈവസ്നേഹത്തിൻ്റെ നിധി, ദൈവസ്നേഹത്തിൻ്റെ സമ്പത്ത്, ദൈവസ്നേഹത്തിൻ്റെ നിക്ഷേപം, സ്വർഗീയ രാജാവിൻ്റെ കൃപയുടെ നിക്ഷേപം, അത് നമുക്ക് തരുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതം ധന്യമായി തീരുമെന്ന്, നമ്മുടെ ഭാവി കരുത്തുള്ളതായി തീരുമെന്ന്, നമ്മുടെ മക്കളും മക്കളുടെ മക്കളും വറുതിയിൽ കഴിയേണ്ടി വരികയില്ല. ദാവീദ് പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് പിന്നെയും പറഞ്ഞു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ, ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ഇത്രയേറെ ആളുകൾ വന്നിട്ടുണ്ടല്ലോ. ഈ ആളുകൾ, നിങ്ങൾ ഈ വരുന്നവർ, കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പുള്ളതിനേക്കാൾ നിങ്ങൾക്ക് എല്ലാ രംഗത്ത് അഭിവൃദ്ധിയാണോ അതോ നിങ്ങൾക്ക് അധപ്പതനമാണോ? നിങ്ങൾ ചിന്തിച്ച് കണ്ടുപിടിക്കൂ. നിങ്ങൾക്ക് ദൈവം ഒരു അഭിവൃദ്ധി തന്നില്ലേ? എല്ലാ രംഗത്തും ഒരു കരയേറ്റം തന്നില്ലേ? ഇന്ന് ജീവിക്കാൻ ഒരു പോംവഴി തന്നില്ലേ? സ്വർഗത്തിലെ ദൈവം നിങ്ങൾ നടത്തിയില്ലേ? ഏതായാലും പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചില പ്ലസ് പോയിൻ്റുകൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയല്ലേ? ചില നല്ല വശങ്ങൾ ദൈവം തരുന്നില്ലേ? ചില കാര്യങ്ങളിൽ ഇന്നും വീഴ്ചകളുണ്ട്, ശരിയാണ്. ഇന്നും ചില പ്രയാസങ്ങളുണ്ട്, ഇന്നും ചില രോഗങ്ങളുണ്ട്, ഇന്നും കടമുണ്ട്, ഇന്നും പ്രശ്നമുണ്ട്, ശരിയാണ്. ശരി, എന്നാൽ പണ്ട് ഒരു 10 വർഷം മുമ്പുള്ളതിനേക്കാൾ ഇന്നത് കൂടിയോ കുറഞ്ഞോ? എല്ലാറ്റിൻ്റെയും മധ്യത്തിൽ പൂർവീക പിതാക്കന്മാർ അനുഭവിച്ച സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിങ്ങൾക്കിന്ന് ലഭിക്കുന്നില്ലേ? ഞാൻ വായിച്ചു, ജോനി എറിക്സൺ എന്ന് പറയുന്ന ഒരു മഹതി ഒരു വലിയൊരു ആക്സിഡൻറ്റിൽപ്പെട്ടു. ശരീരം തളർന്നു, വീൽ ചെയറിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. പക്ഷേ ക്രിസ്തു അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. സംഭവിച്ചതെന്താണെന്ന് കേൾക്കണമോ? യേശു ക്രിസ്തു ഹൃദയത്തിലുണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു ദിവ്യ സമാധാനം അനുഭവിച്ചു കൊണ്ടിരുന്നു. വീൽ ചെയറിൽ മാത്രം നടക്കേണ്ടി വന്നല്ലോ എന്ന് അവൾ പരാതിപ്പെട്ടില്ല. എനിക്ക് ഈ കെടുതി വന്നത് എന്താണെന്ന് ചോദിച്ചില്ല. എന്തുകൊണ്ട് എനിക്ക് ഈ ദുരിതം വന്നു എന്ന് ചോദിച്ചില്ല. അവൾ പരിഭവിച്ചില്ല. അവൾ സന്തോഷത്തോടെ, എൻ്റെ കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ. അവൾ പറഞ്ഞു, അഭൗമമായ സമാധാനം എന്തായെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നുവെന്ന്. ലോകം തരുന്ന സമാധാനമല്ല,
അഭൗമമായ സമാധാനം. അതെന്ത് എന്ന് ഞാനിപ്പോൾ അറിയുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എലിയറ്റ് എന്ന് പറയുന്ന മഹതി ഉണ്ടായിരുന്നു. അന്ന് തെക്കേ അമേരിക്കയിൽ ഔക്ക ജാതിക്കാർ അവിടെ മിഷണറിയായി ചെന്ന് എലിയട്ട് എന്ന് പറയുന്ന ഭക്തനായ ദൈവദാസനെ അവർ കൊന്നു. അവർ കൂട്ടക്കൊല നടത്തി. മിഷണറിമാരെയെല്ലാം കൊന്നു. ഔക്ക ജാതിക്കാർ അവർ കാട്ടാളന്മാരാണ്. എന്നാൽ അവരുടെ മധ്യത്തിലേക്ക് മിസസ് എലിയറ്റ് കടന്നു ചെന്നു. ആ മഹതി അവിടെ കടന്നു ചെന്നു. അവൾ സുവിശേഷിയായിട്ടാണ് പോയത്. പലരും പിന്തിരിപ്പിച്ചു. ഭർത്താവിനെയും കൂട്ടരെയും കൊന്ന് ആ നാട്ടിൽ പോയാൽ നിനക്കും ആയുസ്സുണ്ടാവില്ല, നിന്നെയും കൊന്നു തിന്നും. അവൾ പറഞ്ഞു, ഞാൻ പോകുന്നു, എൻ്റെ ഭർത്താവിനെ കൊന്നവരുടെ ഇടയിലേക്ക് ഞാൻ ചെല്ലുന്നു. അവൾ ചെന്നു. അവൾ പറഞ്ഞു, ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ ഭർത്താവിനെ കൊന്ന നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്ന യേശുവിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അവൾ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ അഭൗമമായൊരു സമാധാനമുണ്ട് എന്ന്. അഭൗമമായ, ഭൗമികമല്ലാത്തതായ ഒരു സമാധാനമുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗീയമായ സമാധാനം. പിതാക്കന്മാരുടെ അവകാശം അതാണ്. പിതാക്കന്മാരുടെ അവകാശവും ധനവും അതാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ കഷ്ടപ്പാട് നിറഞ്ഞ ലോകത്ത്, ദുരിതം നിറഞ്ഞ ലോകത്ത് ഒരു അഭൗമ സമാധാനം നിങ്ങൾക്കുണ്ടോ? എല്ലാം പ്രതികൂലമാകുമ്പോൾ, സകലരും വെറുക്കുമ്പോൾ, പലരും പകയ്ക്കുമ്പോൾ, അനേകം പേര് നിങ്ങളെ അറപ്പോടെ കാണുമ്പോൾ, ചിലരെല്ലാം നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ, നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ, നിങ്ങൾ തെറ്റെന്തുണ്ട് എന്ന് കാണാൻ ബദ്ധപ്പാടോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരഭൗമമായ സമാധാനം വേണമോ? വേണം. എവിടെ കിട്ടും? ഗോകുൽത്തായിലെ കുരിശിൻ ചുവട്ടിൽ കിട്ടും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദുരിതം നിറഞ്ഞ ഈ ലോകത്ത് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഈ സമാധാനവും സന്തോഷവും പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം പറയുകയാണ്, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവേ, അങ്ങനെ ഒരു അഭൗമ സമാധാനം ഉണ്ടെങ്കിൽ അതെൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഒഴുക്കിത്തരണം. കർത്താവേ, ഗോകുൽത്തായിലെ കുരിശിൻ ചുവട്ടിൽ നിന്നൊഴുകുന്ന ആ സ്വർഗീയ ശാന്തി എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഒഴുക്കിത്തരണം. ഗോകുൽത്തായിലെ തിരുവിലാവിൽ നിന്ന്, എൻ്റെ നാഥൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ ആ തിരുരക്തത്തിൽ കൂടി പകർന്നു കിട്ടുന്നതായ അഭൗമമായ അലൗകികമായ ശാന്തി എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഒഴുകിത്തരണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണം. എൻ്റെ ഹൃദയത്തിൽ നീ വാസം ചെയ്യണം. ഞാൻ നിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോവിൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. യാക്കോവ് അവിടെ മുട്ടുമടക്കി. യാക്കോവിടെ കൽത്തൂൺ നാട്ടി. അത് നന്ദിയുടെ കൽത്തൂണാണ്. അത് പുനഃപ്രതിഷ്ഠയുടെ കൽത്തൂണാണ്. അത് സ്നേഹത്തിൻ്റെ കൽത്തൂണാണ്. അത് ദൈവത്തോട് പറഞ്ഞ പുതിയ വാക്കിൻ്റെ കൽത്തൂണാണ്. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ട കൽത്തൂണാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പുതിയ വാഗ്ദാനം കേട്ട് ത്രസിച്ചുയർന്ന കൽത്തൂണാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പുതിയ വാഗ്ദാനത്തിൻ്റെ മുന്നിൽ ഉത്തേജനം പ്രാപിച്ച കൽത്തൂണാണ്. ദൈവത്തിന് പുതിയ വാഗ്ദാനം ലഭിച്ചപ്പോൾ ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ച കൽത്തൂണാണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ശാന്തമായി നോക്കൂ. നിങ്ങൾക്ക് ഈ നന്ദി വരുന്നുണ്ടോ? ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള നന്ദി, ദൈവം നിങ്ങൾ നടത്തിയതോർത്തുള്ള നന്ദി, ദൈവം നിങ്ങൾ ഇത്രയും കാലം ഈ ഭൂമിയിൽ നിർത്തിയതോർത്തുള്ള നന്ദി, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കി തന്നതോർത്തുള്ള നന്ദി, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആരോഗ്യത്തോടെ നിങ്ങൾ തിരികെ കൊണ്ടുവന്നുള്ളതായി നന്ദി, സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളുടെ ആയുസ് നീട്ടി തന്നതിനുള്ള നന്ദി. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നുള്ളതായി നന്ദി. ദൈവം നിങ്ങളുടെ മക്കൾക്ക് ആരോഗ്യം തന്നുള്ളതായി നന്ദി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഒരു സുബോധം തന്നുള്ളതായി നന്ദി. സ്വർഗ്ഗത്തിലെ ദൈവം സത്യവചനം കേൾപ്പാൻ നിങ്ങളെ ആനയിച്ചതിനുള്ളതായി നന്ദി. ജീവൻ്റെ വചനം ദുർലഭമായി ഈ കാലയളവിൽ സത്യത്തിൻ്റെ വചനവും ആത്മാവിൻ്റെ വചനവും കേൾക്കാൻ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടിക്കൊണ്ട് വന്നുള്ളതായ നന്ദി. സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതിയ പ്രതിഷ്ഠയെടുക്കുക നിങ്ങൾക്ക് ആവേശം തരുന്നതായ ആ സ്വർഗീയ സ്നേഹമോർത്തുള്ളതായ നന്ദി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ഹൃദയം നന്ദി കൊണ്ട് പിടയ്ക്കുന്നുണ്ടോ? നന്ദി കൊണ്ട് ത്രസിക്കുന്നുണ്ടോ? നന്ദി കൊണ്ട് തുള്ളുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിപ്പാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ലവനായ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച യേശുവേ, നിൻ്റെ ഹൃദയം എന്നെ സ്നേഹത്തോടെ കാണുന്നതിനാൽ, നിൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി സ്നേഹത്തോടെ ചോരി ഒഴുക്കുന്നതിനാൽ, എൻ്റെ കർത്താവേ, നിന്റെ തിരുവിലാവിൽ നിന്ന് ആ തിരുരക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ നാഥാ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് യാക്കോബിനെ പോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? യാക്കോബ് ഒരു കൽത്തൂൺ നാട്ടി, അവൻ എണ്ണ പകർന്നു. എണ്ണ സ്നേഹമാണ്. സ്നേഹം പകർന്നു. ദൈവവൈതലേ, നിന്റെ സ്നേഹം നീ എവിടെയെല്ലാമാണ് പകരുന്നത്? നിന്റെ സ്നേഹം ഇന്ന് പാപത്തിന് കൊടുക്കുകയല്ലയോ? മകനെ, നിന്റെ സ്നേഹം ഇന്ന് അന്യ സ്ത്രീകൾക്ക് കൊടുക്കുകയല്ലയോ? മകളെ, നിന്റെ സ്നേഹം ഇന്ന് അന്യ പുരുഷന്മാർ
പുരുഷന്മാർ കാണിക്ക വെക്കുകയല്ലയോ? യൗവനക്കാരാ, നിന്റെ സ്നേഹം ഇന്ന് കൊള്ളരുതായ്മയ്ക്ക് കൊടുക്കുകയല്ലയോ? നിന്റെ സ്നേഹം ഇന്ന് എന്തിനെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നിന്റെ സ്നേഹം യേശുവിങ്കലേക്ക് ഒഴുകട്ടെ. നിന്റെ സ്നേഹം മദ്യത്തിലേക്ക് ഒഴുകിയ സ്നേഹം ഇന്ന് യേശുവിങ്കലേക്ക് ഒഴുകട്ടെ. കഞ്ചാവിലേക്ക് ഒഴുകിയ സ്നേഹം ഇന്ന് യേശുവിലേക്ക് ഒഴുകട്ടെ. മയക്കുമരുന്നിലേക്ക് ഒഴുകിയ സ്നേഹം യേശുവിലേക്ക് ഒഴുകട്ടെ. വഴക്കിലേക്കും പിണക്കത്തിലേക്കും വൈരാഗ്യത്തിലേക്കും മുൻവിധിയിലേക്ക് ഒഴുകിയ സ്നേഹം ഇന്ന് യേശുവിലേക്ക് തിരിച്ചൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവജനമേ, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമർപ്പണമെടുക്കാം. സ്നേഹത്തിൻ്റെ ബലിപീഠത്തിൽ സമർപ്പണമെടുക്കാം. പുതിയ കൽത്തൂൺ നാട്ടാം. ഹല്ലേലൂയ. പുതിയ കൽത്തൂൺ നാട്ടിക്കൊണ്ട് യേശുവിനോട് നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഇതാ നിൻ്റെ ദാസൻ, ഇതാ നിൻ്റെ അടിമ, ഇതാ ഞാനൊരാൾ നിൻ്റെ അടിമയായി എന്നെ തന്നെ തരുന്നു. രക്ഷക, ഞാനിതാ എന്നെ നിനക്ക് അർപ്പണം ചെയ്യുന്നു. എൻ്റെ ആയുസ്സ് നിനക്ക് തരുന്നു, എൻ്റെ ഭാവി നിനക്ക് തരുന്നു, എൻ്റെ ശരീരം നിനക്ക് തരുന്നു. സ്തോത്രം. കർത്താവേ, നാഥ, ഞാൻ വീണ്ടും തീരുമാനമെടുക്കുന്നു സഹിപ്പാൻ. എൻ്റെ കർത്താവേ, സഹിപ്പാൻ ഒരു ശരീരം. കർത്താവ് വീണ്ടും തീരുമാനമെടുക്കുന്നു വിശ്വസിപ്പാനൊരു മനസ്സ്. വീണ്ടും തീരുമാനമെടുക്കുന്നു സ്നേഹിപ്പാനൊരു ഹൃദയം. മറക്കല്ലേ, സ്നേഹിപ്പാനൊരു ഹൃദയവും വിശ്വസിപ്പാനൊരു മനസ്സും സഹിപ്പാനൊരു ശരീരവും നാഥ എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? സ്നേഹിപ്പാനൊരു ഹൃദയവും വിശ്വസിപ്പാനൊരു മനസ്സും സഹിപ്പാനൊരു ശരീരവും എനിക്ക് തരണമേ കർത്താവേ. എൻ്റെ ദൈവമേ, സ്നേഹിപ്പാനൊരു ഹൃദയവും വിശ്വസിപ്പാനൊരു മനസ്സും സഹിപ്പാനൊരു ശരീരവും എനിക്ക് തരണമേ കർത്താവേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുമോ? പുതിയ വാഗ്ദാനങ്ങൾ പ്രാപിക്കുമോ? പുതിയ കൽത്തൂൺ നാട്ടുമോ? പുതിയ പ്രതിഷ്ഠ എടുക്കുമോ? പുതിയ സമർപ്പണത്തിലേക്ക് വരുമോ? പുതിയ വാഗ്ദാനങ്ങൾ പ്രാപിക്കുമോ? പുതിയ അനുഗ്രഹങ്ങൾ നേടുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, എൻ്റെ നാഥൻ്റെ സ്വർഗീയ സാന്നിധ്യത്തിനായി സ്തോത്രം. അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ പാവപ്പെട്ട ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. ഈ നിസ്സാരരായ ഞങ്ങളെ എൻ്റെ നാഥൻ മാനിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ ഈ വചനം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ആണിപ്പാടിൽ കരം വെച്ച് രോഗികളെ സൗഖ്യമാക്കണമേ. എൻ്റെ യേശുവിൻ്റെ തിരുരക്തം പുരണ്ട കരം വെച്ച് ഭൂതബാധകളെ അകറ്റണമേ. ബന്ധനങ്ങളെ അഴിക്കണമേ. ബാധകൾ മാറ്റണമേ. ശാപങ്ങൾ നീക്കണമേ. കുടുംബസമാധാനം അയക്കണമേ. എല്ലാവരെയും സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.